ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മളൊരു നൂഡിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അടിപൊളി സെഷ്വാൻ നൂഡിലാണ് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ള നേരെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നൂഡിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിലാണ്. നമുക്ക് ഏത് നൂഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യണ അതേ നൂഡിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ നൂഡിൽ ഇടാം. തിളച്ച വെള്ളത്തിലോട്ട് വേണം നൂഡിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ നൂഡിൽ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽ കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നൂഡിൽ എടുക്കുക. ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വെള്ള കളർ കാണും. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ വെള്ള കളർ പോയി കഴിഞ്ഞാൽ നൂഡിൽ കുക്കായി കേട്ടോ. ഇതിൻ്റെ വെള്ള കളർ പോയി നൂഡിൽ കുക്കായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. നമ്മൾ നൂഡിൽ വേവിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്പം തണുത്ത വെള്ളം ഒഴിക്കണം. നൂഡിൽ അധികം ഓവർ കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നൂഡിലിവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആ നൂഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിലെല്ലാം വേറെ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാം വിട്ട് വരും. അപ്പോൾ നമ്മുടെ നൂഡിലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് നൂഡിൽ തയ്യാറാക്കണം നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾ നേരത്തെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, അതേപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഒണിയൻ, ആവശ്യമായിട്ടുള്ള ചിക്കൻ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലോട്ട് ഓയിൽ ഒഴിക്കാം. അപ്പൊ നമ്മുടെ ചിക്കനിലോട്ട് അല്പം സോയ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് വിടാം. ഇതാകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ തന്നെ നമ്മൾ നൂഡിൽ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സെയിം ഓയിലിലേക്ക് തന്നെ അല്പം ഗാർലിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മുട്ട പൊടിച്ചിടാം. ഒണിയൻ സ്ലൈസ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഏതാ വെജിറ്റബിൾ അവൈലബിൾ ആയിട്ട് അതൊക്കെ കൊടുത്താൽ മതി. അതേപോലെ ക്യാരറ്റ്, അല്പം ബീൻസ്, അതേപോലെ തന്നെ ക്യാബേജ്, ഇത്രയും വെജിറ്റബിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം സാൾട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം.
വെജിറ്റബിൾ ഇതേപോലെ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിലാണ്, അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമുക്ക് സെഷ്വാൻ സോസ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മേലിൽ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെഷ്വാൻ സോസിന്റെ വീഡിയോയിൽ പോകും. അതേപോലെ തന്നെ അല്പം ടൊമാറ്റോ സോസും അല്പം വിനീഗറും ആവശ്യത്തിന് സാൾട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സോയ സോസും. അപ്പൊ ഇതേപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നൂഡിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ടോസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ കടായിൽ നിന്ന് ഇതേപോലെ നമുക്ക് വിട്ട് വരുള്ളൂ. അതേപോലെ നല്ല തീയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നാൽ മാത്രമാണ് ഇതേപോലെ നമുക്ക് കടായിൽ നിന്ന് വിട്ട് വരുള്ളൂ. അപ്പൊ സെഷ്വാൻ സോസിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഥവാ സെഷ്വാൻ സോസിന്റെ വീഡിയോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മെയിലിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെഷ്വാൻ സോസിന്റെ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ നൂഡില് റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമുക്ക് അതിലോട്ട് റെഡിയാക്കി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സെഷ്വാൻ നൂഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പൈസി നൂഡിലാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നൂഡിൽ. ഈ ഒരു ലെവലിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂഡിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി സ്പൈസി നൂഡിലാണ്. നമുക്ക് ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടൊക്കെ എടുത്തിട്ട് ഇതെങ്ങനെ കഴിക്കാവുന്നേ ഉള്ളൂ. ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. നല്ല സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയാണ് കേട്ടോ. ഒരു കൃത്രിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നാച്ചുറൽ കളറാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.